നമസ്കാരം. ദീപാവലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് കുറേ നാളായി ഞങ്ങൾ വീഡിയോ ചെയ്യാനുണ്ട്. ഒരുപാട് മഴയും കറണ്ട് പോക്കും നമ്മുടെ വീട്ടിൽ തിരുമ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ താമസിക്കുന്നത്. എപ്പോഴെപ്പോഴും പറയുന്നൊരു ആവർത്തനമാണെങ്കിൽ തന്നെ കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ടായിരുന്നു, വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നൊരു വെട്ടുകൈ പ്രയോഗമാണ്. രണ്ട് സിമ്പിളായിട്ടുള്ള വെട്ടുകൈ, എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു പ്രയോഗമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ആവർത്തനമാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചോണം, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. എന്താണ് ഇതുമായിട്ട് ചെറിയ സാമ്യങ്ങളാണ് എല്ലാം നമ്മൾ ഇനി കെട്ട് പ്രയോഗം വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് അടിക്കാൻ നേരത്തെ, എവിടെയാണ് കൊട്ടുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്ന പ്രയോഗം എങ്ങനെയാണ്, അതാണ് ഇവിടെ ലക്ഷ്യബോധം ചെയ്യേണ്ടത്. ഒന്ന് കയറി അടിക്കാത്തത് ഇതാണ്ട, ഈ അടിക്കാത്തത് ഈ സൈഡിലേക്ക് മാറിയിട്ടാണ് നമ്മൾ ഈ കൈക്ക് കൊട്ടണം. ഈ കൈക്ക് കൊട്ടുന്നത് നമ്മുടെ ഈ തള്ളവരൻ്റെ ജോയിൻറ്റിലാണ് കേട്ടോ. കൊട്ടിയിട്ട് ദൈവമായിട്ട് ഇത് മൂന്നും ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെയ്യാൻ നേരത്ത് നമ്മുടെ ജോയിൻറ്റ് തട്ടിക്കളയത് ഇങ്ങനെ ഇവിടെ കൊണ്ട് ഈ കൗട്ടൊക്കെ ഇങ്ങനെ വെട്ടിയേ. അപ്പോൾ മാറുന്ന വെട്ടിയിട്ടാണ് നമ്മൾ വെട്ടുന്നത്. എന്നിട്ട് പിടിച്ചിട്ട് അപ്പോൾ ഇവിടെ വെട്ടിക്കഴിഞ്ഞാൽ ക്യാച്ച് ചെയ്യണം, ക്യാച്ച് ചെയ്തിട്ടാണ് പിടിക്കണം. അപ്പോൾ ഞാനത് എങ്ങനെ പഠിപ്പിക്കുന്ന രീതി പറയാം. ഒരാൾ അടിക്കാൻ നേരത്ത് അടിച്ച് ഇങ്ങനെ ചെയ്യാം, ബാക്കിലേക്ക് ടേൺ ചെയ്യുക, എന്നിട്ട് അടിക്കാതെ വെട്ടി പിടിക്കുക, വെട്ടി പിടിക്കുക. മനസ്സിലായല്ലോ? അപ്പം ഈ സാധനം ഞാനൊന്ന് ഇത്രയും സ്ലോയിൽ അതെങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് പ്രയോഗത്തിൽ പെടുന്ന. നമ്മൾ ഇങ്ങനെയല്ല തടുക്കുന്നത്, നമ്മൾ വലത് കൈ കൊണ്ടാണ് തടുക്കുന്നത്. അടി വന്ന് ഇതാണ് വെട്ട്, ക്യാച്ച്, അറ്റാക്ക്, അറ്റാക്ക്, ഇത് കണ്ടല്ല. അപ്പോൾ ഈ വെട്ടിൻ്റെ ഈ അടിക്കൊന്ന് നോക്കണം, കൈവച്ച് പെടലിൻ്റെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ അടിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ വെട്ടി അറ്റാക്ക്. അപ്പോൾ വളച്ച് നിർത്തി അറ്റാക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. റെഡി? ചെയ്യാൻ നേരത്ത് ശ്രദ്ധിച്ചിട്ട് അടിച്ച് 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. വളച്ച് നിർത്തി കൂമ്പിന് നെഞ്ചിൻ്റെ ആ മുലയുടെ 2 വിരൽ താഴെ മുട്ടുകാല് കയറ്റുന്നത് ശരീരത്തിൽ മിന്നൽ പോലെ, ശരീരത്തിൽ എർത്തടിക്കും പോലെയാവും. ഇതാണ് പ്രയോഗം. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് 1 എന്ന് പറയുമ്പോൾ ബാക്ക്. റെഡി? 1 ഓക്കെ, 2 3. കണ്ടല്ലോ? ഇതിൻ്റെ തന്നെ ഒരു ചെറിയ മാറ്റം നോക്കണം. റെഡി? 1 ബാക്ക്. അല്ല ദേ ഇവിടെ ചെവി അടിച്ചിട്ട് ദേ പടല് പിടിച്ച് തിരിക്കുന്നത്. ഓക്കെ, 1 more. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഞാൻ ആ പെടലിലേക്ക് പിടിക്കുന്ന ശ്രദ്ധിച്ചോണം. റെഡി? 1 ഇതല്ല, ദേ ഇവിടെ ദേ ക്യാച്ച്. ആ തിരിഞ്ഞ് വരാൻ നേരത്ത് ഒരു ഇടിയുണ്ട്, അത് നമ്മളിപ്പോൾ ഇടിക്കുന്നില്ല. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. 1 ഓക്കെ, ബ്ലോക്ക്, അറ്റാക്ക്. ദേ നമ്മുടെ കൈക്കും പെടലി നമ്മുടെ കയ്യിലായ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ശത്രു വരും. അപ്പോൾ അത് പിടിക്കുന്ന നോക്കണം. റെഡി? 1 ഇങ്ങനെ പിടിക്കും, എടുത്തടിക്കും, എടുത്ത് നിലത്തിളക്കും. നമ്മൾ നിലത്തിളക്കുന്നില്ല, നമ്മൾ ഇത് 1 ഇത് കണ്ടല്ല, ഇതേ പ്രസ് ചെയ്യും. പെടലി എപ്പോഴും ശ്രദ്ധിച്ചാൽ പെടലി ഡേഞ്ചറാണ് നോക്കിയാൽ. ഇനി ഇത് പെട്ടെന്ന് ഇത് ആൾ ബോധം കിടന്ന ഒരു രീതിയുണ്ട്, അത് നമ്മൾ സ്ലോയിൽ ചെയ്യാം. അടിച്ചേ 1 ഇത് ഈ സാധനം കൈ തമ്മിൽ വെച്ചിട്ട് ഇത് ബാക്കിൽ തട്ടും. കാല് ചവിട്ടി പിടിച്ചിട്ട് ആൾ പോകാതിരിക്കാൻ വേണ്ടി അടിച്ചൊക്കെ തടുത്ത് മാറ്റിയിട്ട് ഒറ്റ അടി. ഇതാ. അപ്പോൾ അത് ഡേഞ്ചറാണ്, ചെയ്ത് നോക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അഭ്യാസം പഠിക്കുന്നത് ഒരു പഠനമാണ്. ആ പഠനം അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ശത്രു, എവിടെയാണ് മിത്രം, എവിടെയാണ് കൂട്ടുകാർ, ഇതിലെ തരംതിരിച്ച് അറിയാനുള്ളൊരു ബോധം നമുക്ക് ആദ്യം ഉണ്ടാകണം. എന്നിട്ടാണ് നമ്മളിത് ശത്രുക്കളിൽ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്നെ ആശാൻ പഠിപ്പിച്ചെന്നും കൊണ്ട് അല്ലെങ്കിൽ ആശാൻ വീഡിയോ കണ്ടെന്നും കൊണ്ട് ഒരു സാധാരണപ്പെട്ട പാവപ്പെട്ടനെ പോയി ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും അഭ്യാസം പഠിപ്പിക്കുന്നത് അത് ഗുരുമുഖത്തു നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ഒരാൾ അടിക്കാൻ ധരിച്ച് കയറി അടിച്ചേ ബാക്ക്, അപ്പോൾ ബ്ലോക്ക്. എവിടെയാണ് ബ്ലോക്ക്? എല്ലായിടത്തും നമ്മുടെ കാല് കയറി ചെല്ലണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം കൊണ്ട് നിൽക്കരുത്. അപ്പം നമ്മൾ ഒരാൾ അടിക്കാൻ റെഡി? 1 ബ്ലോക്ക്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ഈ കൈ ഫ്രീ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമുക്ക് ഒരുപാട് ചിന്തകൾ തലയിലുണ്ട്. ശത്രുവിനെ പോലെയല്ല, ശത്രു നമ്മളെ വെട്ടിക്കൊല്ലാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ആയുധം മേടിക്കണം, ശത്രുവിനെ താഴെ ഇടണം, ഇതെല്ലാം നമ്മൾ കണ്ണി കുത്തണം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ നിൽക്കുന്ന. അപ്പോൾ ഓരോരുത്തണം ഒരു അഭ്യാസി സാധാരണപ്പെട്ട മനുഷ്യനിൽ കൂടുതൽ ചിന്തിക്കാൻ കഴിവുള്ളവനായിരിക്കും ഒരു അഭ്യാസി. അവൻ ഒരു അഭ്യാസം പഠിച്ച് ചാനലിൽ ഇത് കാണിക്കുന്നത് വെറുതെ സിമ്പിളായിട്ടല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ചുവട് ഉണ്ട്.
നമുക്ക് ഒരുപാട് ചുവടുണ്ട്, നിങ്ങൾ കാണാത്ത ഒരുപാട് ചുവടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യം, നമ്മൾ തർക്കം ഉണ്ടാകുന്ന ഒരു കാര്യം ഓർത്തോണം. ഒരു ആശാന്മാരുടെ കയ്യിൽ തന്നെ നിന്ന് അഭ്യാസം മേടിക്കുന്ന കാരണമാണ് ചിലർക്ക് സംശയം ഉണ്ടാകുന്നത്. നമ്മളെ എല്ലാവരും തെക്ക് തൊട്ട് വടക്ക് വരെ അഭ്യാസം പഠിക്കുന്നുണ്ട്. ഒരുപാട് 100ൽ മേളിൽ അഭ്യാസം കളരിയുണ്ട് കേരളത്തിൽ തന്നെ. അപ്പോൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്, പല കൈവരും. നമ്മുടെ അത് മോശമാണ് ഇത് മോശമാണെന്ന് നമ്മൾ ചിന്തിക്കും. നമുക്ക് ചിന്തിക്കാൻ തലയുണ്ട്. തലയിൽ പ്രവർത്തിക്കുന്ന സെല്ല് നല്ലപോലെ പ്രവർത്തിക്കുന്ന 26 സെല്ലുണ്ട്. ഇത് നമ്മളൊരു അത്യാവശ്യം ഒരു 6 സെല്ലെങ്കിൽ നല്ല പ്രവർത്തിച്ച് അത്യാവശ്യം നമുക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ചിലവർക്ക് പറഞ്ഞാൽ ആ കടവിൽ തന്നെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവരൊന്ന് ചിന്തിക്കുക, നമുക്ക് കുറേ മെഡിറ്റേഷനുണ്ട്, നമുക്ക് അഭ്യാസ മുറയുണ്ട്, അഭ്യാസം ഇടി തന്നെയല്ല വേറെ ഒരുപാട് കാര്യമുണ്ട്. അപ്പം നമ്മളതെല്ലാം ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് നോക്കിയാൽ വീണ്ടും നിങ്ങളിത് എങ്ങനെ സിമ്പിളായിട്ട് ഇത് പഠിക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടിക്കാനത് വലത് കയറണം. വലത് കയറിയിട്ട് ഇതണ്ട തടല, എന്നിട്ട് തിരിച്ചത് അടിച്ച് അഭ്യാസം. അപ്പം നമ്മൾ അടുത്ത കൈ നോക്കി നിൽക്കുന്ന കാര്യം, നമ്മൾ അഥവാ നമ്മൾ പഠിച്ച വിദ്യ നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മൾ 100 കണക്ക് വിദ്യകൾ പഠിച്ചിരിക്കേ. അപ്പം നമ്മൾ അടിച്ചാൽ ഈ കൈ ബ്ലോക്ക്, ഇതേ ബ്ലോക്ക് ഒറ്റേന്തേലും ഇതേണ്ട, ഇത് കുനിഞ്ഞ് നിൽക്കുക. ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം, മുട്ടുകാല് കയറ്റാം, ഇനി ഇത് വളച്ചെടുത്തിട്ട് പിടലിക്ക് വെട്ടാം, അതെല്ലാം ചെയ്യാം. അത് നിങ്ങളാരെയും ഒരു നിലത്ത് കിടക്കുന്ന ഒരാളെ തല്ലാൻ ആരെയും പഠിപ്പിക്കണമെന്നില്ല. നമ്മൾ പിടിച്ചിടുക, ആ സമയത്ത് അഭ്യാസം പ്രവർത്തിക്കുക എന്നാണ് ലക്ഷ്യബോധം. അല്ല നമുക്ക് അഭ്യാസം പറഞ്ഞിട്ട് അഭ്യാസം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും മനസ്സുണ്ടാകണമെന്നില്ല. ചിലർ റെഡ് ബെൽറ്റുകാരൻ ചിലപ്പോൾ ഒരു തൻ്റെ ഇടി പേടിക്കാറുണ്ട്, പക്ഷെ ആ മനസ്സില്ലാത്തടയാണ്. അപ്പം നമ്മൾ മനസ്സിന് കൂടെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഹാർട്ട് കരളിനൊക്കെ അതിനൊരു കരുത്ത്, മനക്കരുത്ത് വേണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നിരന്തരമുള്ള വ്യായാമ മുറയിലൂടെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. റെഡി, ഒന്ന് ശ്രദ്ധിച്ചേ. റെഡി 1 ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. രണ്ടാമത്തെ റെഡി 1 ഇത് ക്യാച്ച്, തല നമ്മുടെ കയ്യിലാണ് അല്ലേ. 3 ബ്ലോക്ക് അടിച്ചേ 1 2 ബ്ലോക്ക് ഓക്കെ അറ്റാക്ക്. അപ്പം നമ്മൾ ഇത്തരം സാധനമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പഠിക്കാവുന്ന രീതിയിൽ ഞാനൊന്ന് സ്ലോയിൽ വെച്ചുതരാം. റെഡി 1 ബ്ലോക്ക് ഇത് വെട്ടി പഞ്ച്. ഓക്കെ റെഡി 1 2 ക്യാച്ച്. ഒന്നുകൂടെ 1 ബോൾ ബ്ലോക്ക് വിത്ത് അറ്റാക്ക്. ഇത് ചേഞ്ച് ചെയ്യും. ഓക്കെ ബ്ലോക്ക് അവിടെ നിന്ന് തന്നെ കറങ്ങണം, ആ ഒറ്റക്കാലിട്ട് നിന്ന് തന്നെ കറങ്ങണം. ഓക്കെ റെഡി സ്റ്റാർട്ട് ബോൾ കയറി റെഡി. അപ്പം ഇത്ര സാധനം നിങ്ങളത് ശ്രദ്ധിച്ച് വീഡിയോ കണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ കാലുകയറ്റും ഇതൊക്കെ അടുത്ത പ്രയോഗം ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അപ്പം നിങ്ങളത് ചെയ്ത് ഈ വീഡിയോയിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. നമസ്കാരം.